2012 മുതൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തുവരുന്ന തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ കഥാപാത്രമാണ് സിദ്ധാർത്ഥ് പ്രഭു. അന്ന് അദ്ദേഹം ഒരു ബാലതാരമായിരുന്നു. തൻ്റെ 12ാം വയസ്സിലാണ് ആദ്യ സീരിയലായ തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ അഭിനയിക്കുന്നത്. ഇന്ന് അദ്ദേഹം യുവത്വം തുളുമ്പുന്ന നായകനായിക്കൊണ്ട് മലയാള മിനി സ്ക്രീനിൽ സജീവ സാന്നിധ്യം തന്നെയാണ്. ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സുരഭിയും സുഹാസിനിയും എന്ന പരമ്പരയിലെ നായകനായാണ് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം ഫ്ലവേഴ്സിലെ ഉപ്പും മുളകും എന്ന പരമ്പരയിലെ ലച്ചുവിന്റെ ഭർത്താവായി സിദ്ധാർത്ഥ് 1999 സെപ്റ്റംബർ 23 കൊച്ചിയിലാണ് സിദ്ധാർത്ഥ് പ്രഭു ജനിക്കുന്നത്. അദ്ദേഹത്തിന് 26 വയസ്സാണ് പ്രായം. മൗണ്ട് കാർമൽ വിദ്യാനികേതൻ എന്ന കോട്ടയത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നുമാണ് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് ഉപരിപഠനത്തിനു വേണ്ടി ബാംഗ്ലൂർ ആണ് നടൻ തിരഞ്ഞെടുത്തത്. വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് ഏറെ പരിചയമുള്ള അനിലയുടെയും പ്രഭുവിന്റെയും മകനാണ് സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിന് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പരിചിതയാണ്. തട്ടിയും മുട്ടിയും പരമ്പരയിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. കണ്ണൻ എന്ന സിദ്ധാർത്ഥ് പ്രഭു അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സഹോദരിയായിട്ടാണ് മീനാക്ഷി എന്ന കഥാപാത്രം എത്തുന്നത്. ഈ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിദ്ധാർത്ഥിന്റെ യഥാർത്ഥ സഹോദരിയായ ഭാഗ്യലക്ഷ്മിയായിരുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിൽ അഭിനയിച്ചിരുന്നത്. തട്ടിയും മുട്ടിയിലും ഇരുവരും സഹോദരിയും സഹോദരനുമായിട്ടാണ് അഭിനയിച്ചിരുന്നത്. അത് ആരാധകർ ഏറെ ഇഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ സഹോദരി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ UK-യിലാണ്. അവിടെ BSc നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. തട്ടിയും മുട്ടിയും പരമ്പരയ്ക്ക് ശേഷം ഭാഗ്യലക്ഷ്മി സീരിയലിൽ അത്ര സജീവമല്ല. ഭാഗ്യയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് താരത്തെ സ്നേഹിക്കുന്ന ആരാധകർ. അതേസമയം അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് സിദ്ധാർത്ഥ് പ്രഭു. പഠനമെല്ലാം പൂർത്തിയാക്കിയ സിദ്ധാർത്ഥിന് ഇപ്പോൾ ആഗ്രഹം നല്ലൊരു നടനാകണമെന്നാണ്. സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കണമെന്നതാണ് താരത്തിന്റെ ആഗ്രഹം. 2012 പുറത്തിറങ്ങിയ ആകസ്മികം എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് തുടക്കം കുറിച്ചു. ഉപ്പും മുളകും സിറ്റ്കോമിലേക്ക് ഡേറ്റ് ചോദിച്ചാണ് ഫ്ലവേഴ്സിൽ നിന്നും കോൾ വരുന്നത്. ഓഡിഷന് താൻ അണിയറ പ്രവർത്തകരോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും താരം പറയുന്നു. സിദ്ധു എന്ന കഥാപാത്രത്തെ ചെയ്യാമോ എന്ന് ചോദിച്ചാണ് ഫ്ലവേഴ്സിൽ നിന്നും കോൾ വന്നത്. അവർ ഓപ്പൺ ഡേറ്റ് ആണ് എന്നോട് ചോദിച്ചത്. ഇത്ര ദിവസം അവൈലബിൾ ആണോ എന്നും ചോദിച്ചു. ഈ വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടെ അറിയണമല്ലോ. അതുകൊണ്ടാണ് അവരോട് ഞാൻ അങ്ങോട്ട് ഒരു ഓഡീഷൻ ആവശ്യപ്പെട്ടത്. അവർക്ക് ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചതാണ് ഈ ഓഡീഷൻ. അങ്ങനെ ഓഡീഷൻ നടന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. ഈ വേഷം ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് തോന്നി. എനിക്ക് മുമ്പ് ഏകദേശം 13 പേരെ അവർ ഓഡീഷൻ ചെയ്തു. 14ാമൻ ആയാണ് ഞാൻ വന്നത്. ആ തീരുമാനം കറക്റ്റ് ആയിരുന്നു എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത്. ഫ്ലവേഴ്സിലെ ഉപ്പുമുളകും ക്രൂ ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ടാണ് ആ ക്രൂവിന്റെ ഭാഗമായത്. ഒരു കുട്ടിയുടെ അച്ഛനാകാനുള്ള പ്രായം പക്വത എനിക്കായിട്ടില്ല എന്ന് കരുതി. എന്നിരുന്നാലും ഞാൻ ഉപ്പുമുളകിൽ നന്ദൂട്ടി എൻ്റെ മകളായാണ് അഭിനയിക്കുന്നത്. നന്ദൂട്ടി കുറുമ്പിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവളെ കളിപ്പിക്കാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ. ഭയങ്കര ക്യൂട്ടാണ് നന്ദൂട്ടി. ഒരു ഇടവേളയ്ക്ക് ശേഷം ഉപ്പുമുളകും എന്ന സീരിയലിന് ജീവൻ ലഭിച്ചത് സിദ്ധു എന്ന ലച്ചുവിന്റെ ഭർത്താവിന്റെ വരവോടെയാണ്. ഏറെ പ്രേക്ഷകർ ആഗ്രഹിച്ചതുമായിരുന്നു അത്. ഉപ്പുമുളകിന്റെ നഷ്ടപ്പെട്ട പോയ പ്രേക്ഷകരെ തിരികെ കൊണ്ടുവരാൻ സിദ്ധു അളിയന് സാധിച്ചു. സിദ്ധു വന്നതിന് ശേഷമുള്ള എല്ലാ എപ്പിസോഡുകളും പ്രമോകളും വൈറലാണ്. TRPയിലും വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. തട്ടിയും മുട്ടിയിലെ കണ്ണനായി ഹൃദയം കീഴടക്കിയ സിദ്ധാർത്ഥിന്റെ ഉപ്പുമുളകിലെ പ്രകടനം ഗംഭീരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. സിദ്ധുവായി അഭിനയിച്ച
സിദ്ധാർത്ഥ് പ്രഭുവിന്റെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടമാണോ? കമന്റ് ചെയ്യുക. ഉപ്പും മുളകും സിറ്റ്കോമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.